2019 ഞാൻ ഈ സിനിമയുമായിട്ടുള്ള യാത്ര തുടങ്ങിയത്. ഞാൻ ഷാരിസിനെ ഇവിടെ നിർത്താൻ കാരണം 2019 ഷാരിസ് എൻ്റെ അടുത്ത് വന്ന് ഒരു കഥ പറഞ്ഞു. 2019 ഷാരിസ് എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് ഷാരിസിനോട് പറഞ്ഞത്, ഈ കഥയിലെ ഒരു പർട്ടിക്കുലർ മുഹൂർത്തം എന്നെ വല്ലാതെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഷാരിസിന്റെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഷാരിസിനോട് ചോദിച്ചു, ഇത് ഞാൻ എഴുതിക്കോട്ടെ? അയാൾ ഏറ്റവും ഭംഗിയായി സ്ക്രിപ്റ്റ് എഴുതുന്ന മലയാളത്തിലെ എണ്ണം പറഞ്ഞ തിരക്കഥാകൃത്തുകളിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കഥ, ആ ഒരു മുഹൂർത്തം എന്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു അനുവാദം ചോദിച്ചു, ഞാൻ ഇത് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം അത് സമ്മതിച്ചു. ഞാൻ ആ തിരക്കഥ എഴുതി അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾ തന്നെ എഴുതിയാൽ മതി എന്ന്. 2019 ഞാൻ തുടങ്ങിയ യാത്ര ഞാൻ പല വഴികളിലൂടെ പോയി. അത് ഒരുപക്ഷെ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ഞാൻ പറയുന്നതാവും നല്ലത്. ആ വഴികളിൽ ഒരു വഴി നിവിന്റെ വീട്ടിലേക്കുള്ള വഴിയായിരുന്നു. പക്ഷേ ഈ നിവിനൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ വലിയ പാടുള്ള ആളുകളാണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കുറെ സംസാരങ്ങൾ നടന്നു. പിന്നെ ഞാൻ വേറെ സിനിമകളിലേക്ക് പോയി. പിന്നീട് ഞാൻ ഈ സിനിമയിലേക്ക് തിരിച്ചു പോയി. അതിൽ ലിസ്റ്റിന് വലിയൊരു റോളുണ്ട്. അതൊക്കെ നമുക്ക് സിനിമയ്ക്ക് ശേഷം പറയാം. ലിസ്റ്റിന് അതൊക്കെ ഇവിടെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും അവസാനം ആ സിനിമ സംഭവിക്കാൻ കാരണം ഞാൻ നിവിനെ ഫോൺ ചെയ്തിട്ട് ഞാൻ നിവിനോട് ചോദിച്ചു, നമുക്ക് ഉടനെ ഈ സിനിമ ചെയ്താലും. നിവിൻ പറഞ്ഞു, നമുക്ക് ആ സിനിമ ചെയ്യാം. അങ്ങനെ 2019 തുടങ്ങിയ ഇതിന്റെ തിരക്കഥ അനവധി ഡ്രാഫ്റ്റുകളിലൂടെ ഇന്നത്തെ തിരക്കഥയായി മാറുകയാണ് ചെയ്തത്. 2019 എഴുതിയ തിരക്കഥയായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. അങ്ങനെയാണ് നിവിനിലേക്ക് ഇത് എത്തുന്നത്. അപ്പൊ ഞാൻ പേപ്പറിൽ കണക്ക് കൂട്ടിയപ്പോൾ അതിഭീമമായ ഒരു ബഡ്ജറ്റാണ് ഇതിന് വരുന്നത്. അപ്പൊ എന്തു വന്നാലും ഈ സിനിമ അതിന്റെ വിധി എന്തായാലും അതിൽ പകുതി എനിക്ക് വേണം, ലാഭമായാലും നഷ്ടമായാലും എന്ന് ഞാൻ തീരുമാനിച്ചു. ബാക്കി പകുതി ആരോട് പറയും എന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെ പറയുമ്പോൾ ഞാൻ വലിയ ദൈവവിശ്വാസിയല്ല. പക്ഷെ ദൈവവിശ്വാസികൾ പറയുമല്ലോ, ഓടക്കുഴലുമായിട്ട് ഉണ്ണികൃഷ്ണൻ നിൽക്കും എന്ന് പറയുന്നത് പോലെ ഓടക്കുഴലാണ് ശ്രീ ഗോപാലൻ സാറിന്റെ എഴുതത്തിലുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കൃഷ്ണമൂർത്തി വിളിച്ചു, ഗോപാലേട്ടനെ വിളിച്ചു. അപ്പൊ ഗോപാലേട്ടൻ പറഞ്ഞു, നമുക്ക് നോക്കാം,